2017 WCC രൂപീകരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം. പക്ഷേ നടൻ സിദ്ദിഖിനെതിരെയുള്ള ഈ ബലാത്സംഗ പരാതി അത് 2016 പരാതിക്കാരി പറയുന്നത് ഈ സംഭവം നടന്നുവെന്ന്. സിദ്ദിഖിനെതിരെയുള്ള ബലാത്സംഗ കേസിൽ ആലസ്യമിട്ട് പ്രത്യേക അന്വേഷണ സംഘം. കടുത്ത വിമർശനം ഉയർന്നതോടെ സിദ്ദിഖിനായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കൊച്ചി സിറ്റി പോലീസിന്റെയും റൂറൽ പോലീസിന്റെയും സഹായം SIT തേടിയിട്ടുണ്ട്. സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് പോലീസ് പരിശോധന നടത്തുന്നത്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, മുഗൾ റോഹ്തക്കി സിദ്ദിഖിന് വേണ്ടി തിങ്കളാഴ്ച ഹാജരാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്രയും ദിവസമുണ്ട് പോലീസിന് സിദ്ദിഖിനെ പിടികൂടാൻ. ഇനി സുപ്രീം കോടതി ഹർജി പരിഗണിച്ച ഒരു തീരുമാനം എടുക്കട്ടെ, അത് കഴിഞ്ഞ അറസ്റ്റ് എന്നത് ആ ഒരു ഭാവം വിട്ടോ അന്വേഷണ സംഘം? ആര്യ, കയ്യെത്തും ദൂരത്ത് ആളുണ്ടായിരുന്നു, പക്ഷേ തുടക്കത്തിൽ പോലീസ് തൊട്ടില്ല. അതിനുശേഷം വിമർശന ശരം ഏറ്റപ്പോൾ ഇപ്പോൾ അനങ്ങി തുടങ്ങി. അതാണ് SITയുടെ നിലവിലത്തെ അവസ്ഥ. SIT ഇപ്പോൾ വ്യക്തമാക്കുന്നത് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്, അതെല്ലാ സ്റ്റേഷനുകളിലും പതിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ രാത്രി പക്ഷേ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടന്നു. ഇത് സിദ്ദിഖിന്റെ വീടാണ്, സിദ്ദിഖിന്റെ കുട്ടമശ്ശേരിയിലുള്ള വീടാണ്. ഇവിടെ മകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് മകൻ പുറത്തേക്ക് പോയി. കഴിഞ്ഞ ദിവസം 2 തവണ ഇവിടെ പോലീസ് സംഘം എത്തിയിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ്. പക്ഷേ ഈ വ്യാപകമായിട്ടുള്ള തിരച്ചിലിന്റെ ആവശ്യം പോലീസിനുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ, വിധി വരുന്ന ഘട്ടത്തിൽ സിദ്ദിഖ് ഇവിടെയുണ്ട്. ആ ഘട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാമായിരുന്നു. മാത്രമല്ല, ഈ ഉത്തരവിൽ വളരെ ഗുരുതരമായിട്ടുള്ള നിരീക്ഷണമടക്കം കോടതി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് പൂഴ്ത്തിവെച്ചു എന്നടക്കമുള്ള പരാമർശങ്ങളുമുണ്ട്. ഇതിനുശേഷമാണ് പിന്നീട് പോലീസ് ഇപ്പോൾ അനങ്ങി തുടങ്ങിയിരിക്കുന്നത്. ഇത് മറ്റൊരാൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഫേവർ കിട്ടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുതന്നെയാണ് ഇന്ന് CPI അടക്കം ചോദിച്ചിരിക്കുന്നത്. ജനയുഗത്തിന്റെ എഡിറ്റോറിയലിൽ അക്കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പലയിടങ്ങളിലും നടത്തുന്നുണ്ട്. പക്ഷേ സിദ്ദിഖ് എവിടെയെന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം SITക്കോ അല്ലെങ്കിൽ അതിനു മുൻപിലോ ഇല്ല. മാത്രമല്ല, തിങ്കളാഴ്ചയാണ് ഇനി കേസ് പരിഗണിക്കുന്നത്. അന്ന് വരെ ഇത്രയും ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ബോധ്യം കൃത്യമായി സിദ്ദിഖിനുണ്ടായിരുന്നു. കാരണം കബീർ പുന്നമ്മയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ദിവസമൊക്കെ അത്രയും മണിക്കൂർ സിദ്ദിഖ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതായത് പോലീസിന്റെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് സിദ്ദിഖിന് അറിയാമായിരുന്നു. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന് അതേക്കുറിച്ച് ഒരു ധാരണയും ആലോചനയും ഇല്ലായിരുന്നു. വളരെ ശരിയാണ്. അതായത് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് ഒരു അക്യൂസ്ഡിന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷിക്കേണ്ട പോലീസിന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പോലീസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ ചെയ്യാറുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ അങ്ങനെയുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് പോകണം. കാരണം ഇത് വളരെ സുപ്രധാനമായിട്ടൊരു കേസാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച ഒരു രൂപീകരിച്ച SIT ആണ്. ആ നിലയിലേക്ക് പോകണം. പക്ഷേ ആ നിലയിൽ ഒന്നും തന്നെ പോലീസ് പ്രവർത്തിച്ചില്ല. ഇപ്പോഴാണ് പോലീസിന് ആലസ്യം വിട്ട് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഇന്നലെ റൂറൽ പോലീസിനും സിറ്റി പോലീസിനും ഒക്കെ വിമർശനമെല്ലാം ഉയരുന്നുണ്ട് പോലീസിനെതിരെ.